ഒരു വേദവാക്യം വായിക്കാം. 1 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. 1 ദിനവൃത്താന്തം 20:5. പിന്നെയും ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായപ്പോൾ യായീരിന്റെ മകനായ എൽഹാനാൻ ഗിത്യനായ ഗോലിയാത്തിന്റെ സഹോദരനായ ലക്മിയെ വെട്ടിക്കൊന്നു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെ ആയിരുന്നു. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആലോചനയും ദൂതും ഒക്കെ തരണമേ. ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒന്നുകൂടെ വായിക്കാം. പിന്നെയും ഫിലിസ്ത്യരോട് യുദ്ധമുണ്ടായപ്പോൾ. അപ്പൊ നോക്കുക പ്രിയമുള്ളവരെ, യുദ്ധം ഒരു യുദ്ധം കൊണ്ട് അവസാനിക്കുന്നില്ല. ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധത്തോടുകൂടെ ആ യുദ്ധം അവസാനിക്കുകയല്ല. പിന്നെയും ഫിലിസ്ത്യരോട് യുദ്ധമുണ്ടായി. വചനം വായിച്ചാട്ടെ. യായീരിന്റെ മകനായ എൽഹാനാൻ ഗിത്യനായ ഗോലിയാത്തിന്റെ സഹോദരനായ ലക്മിയെ വെട്ടിക്കൊന്നു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെ ആയിരുന്നു. ഗോലിയാത്തിന്റെ സഹോദരനായ ലക്മിയെ എൽഹാനാൻ വെട്ടിക്കൊന്നു. നോക്കിയേ, പിന്നെയും യുദ്ധമുണ്ടായപ്പോൾ. അതിനർത്ഥം ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്നത് ആരുമായിട്ടാണ്? ആരുമായിട്ടാണ് യുദ്ധം നടക്കുന്നത്? ഫിലിസ്ത്യനുമായി. ഫിലിസ്ത്യനുമായിട്ടെന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടെ നമുക്ക് വളരെ വിജ്ഞാനപ്രദവും വളരെ കൗതുകകരമായ ഒരു കാര്യം ആ വചനത്തിൽ ഒന്നുകൂടെ നമ്മൾ വായിച്ചേ. ഗോലിയാത്തിന്റെ സഹോദരനായ, പ്രൈസ് ദി ലോർഡ്, അല്ല ശരിക്കും വായിക്കേ, ഗോലിയാത്തിന്റെ ലക്മിയെ എൽഹാനോൻ എന്ന് പറയുന്ന യോദ്ധാവ് വെട്ടിക്കൊന്നു. അപ്പോൾ ഒരു സമയത്ത് ഗോലിയാത്തുമായിട്ട് യുദ്ധമുണ്ടായി. ഗോലിയാത്തുമായിട്ട് യുദ്ധമുണ്ടായത് ആരുമായിട്ടാണ്? ദാവീദുമായിട്ട്. അപ്പോൾ അവന്റെ കുടുംബത്തിൽ ഗോലിയാത്ത് വീണാലും അവന്റെ കുടുംബത്തിൽ പിന്നെയും ശത്രു ശേഷിക്കുകയാണ്. അതേ ശക്തിയുള്ള ശത്രുവാണ്. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെയായിരുന്നു. നമ്മൾ ആ ഭാഗം ചിന്തിക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കണം. ആത്മീയം ജീവിതം ഒരു യുദ്ധക്കളമാണ്. ആരോടാണ് നമുക്ക് യുദ്ധമുള്ളത്? സഭയിലുള്ള ദൈവമക്കളോട് പരസ്പരമുള്ള യുദ്ധമല്ല. പാസ്റ്റർ ദൈവമക്കളും തമ്മിൽ പരസ്പരമുള്ള യുദ്ധമല്ല. ആമേൻ. വീട്ടിലെ സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള യുദ്ധമല്ല. അതൊക്കെ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചികമായ പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനത്തോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. പിന്നിൽ മറഞ്ഞിരിക്കുന്ന ശത്രുവായ പിശാചുണ്ട്. കാരണം ഇതിന്റെ എല്ലാം ഗൂഢാലോചന നടത്തുന്നതും ഇതിനെല്ലാം അവസരം ഒരുക്കുന്നതും അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരുക്കി ആളുകളെ പിശാച് കീ കൊടുത്തങ്ങ് വിടുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, പാവയ്ക്ക് ചില പാവകൾക്ക് കീ കൊടുത്താൽ അവരിങ്ങനെ അടിച്ചോണ്ടിരിക്കും. അത് ആ കീയുടെ ശക്തി കുറയുന്നിടം വരെ അതിനെ അടിച്ചോണ്ടിരിക്കും. അപ്പൊ പിശാച് ചില ആളുകളെയൊക്കെ കീ കൊടുത്തങ്ങ് വിടുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ പ്രിയമുള്ളവരെ, നമുക്ക് യുദ്ധമുള്ളത് മറ്റുള്ളവരോട് ആരോടുമല്ല, മനുഷ്യരോട് ആരോടുമല്ല. ആമേൻ. നമുക്ക് യുദ്ധമുള്ളത് പിശാചിനോടും അവന്റെ തന്ത്രങ്ങളോടുമാണ്. ഇവിടെ ഗോലിയാത്ത് ദാവീദുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ആരും കരുതിയില്ല
അവന്റെ കുടുംബത്തിൽ വേറെ ഒരു യോദ്ധാവുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അവന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ മറ്റൊരു ശക്തി അതേ ശക്തിയോടുകൂടെ എഴുന്നേൽക്കുമെന്ന് ആരും കരുതിയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ പലതും അവസാനിച്ചു. അതല്ല, ചില ആളുകളുമായിട്ട് നമുക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, കഴിവതും ആളുകളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ മനസ്സിലാക്കുന്നത്. ഞാൻ എത്രയോ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷപാതമില്ലാതെ എല്ലാവരെയും സമമായി കണ്ട് സംസാരിക്കുന്ന ഒരാളാണ് പൊതുവിൽ. പക്ഷേ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും ചിലരുടെ മനസ്സിലെ യുദ്ധം അവസാനിക്കുകയില്ല. അതാണ് പ്രശ്നം. നമ്മുടെ മനസ്സിലെ യുദ്ധം അവസാനിച്ചാലും നമ്മുടെ മനസ്സിൽ അവരോട് സ്നേഹം മാത്രമേ ഉള്ളെങ്കിലും നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളെ ക്ഷമിച്ചാലും പിന്നെയും അവരെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പോയാലും പ്രിയമുള്ളവരെ, അവർക്ക് നമ്മളോടുള്ള യുദ്ധം അവസാനിക്കുന്നില്ല. അതിന്റെ കാരണമെന്ന് പറയുന്നത് അവരല്ല, അവരിൽ വിട്ടുകൊടുക്കുന്നതായിരിക്കുന്ന പകയുടെ ചിന്തകൾ, അവരിട്ടുകൊടുക്കുന്നതായിരിക്കുന്ന പ്രതികാരത്തിന്റെ ചിന്തകൾ, ക്ഷമിക്കാൻ കഴിയാത്ത കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോയതും പ്രവൃത്തി കൊണ്ട് ചെയ്തു പോയതുമായ പല കാര്യങ്ങളും ക്ഷമിക്കാൻ കഴിയാതെ അവരുടെ ഹൃദയത്തിന്, അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റി ജഡപ്രകാരമുള്ള ഒരു ഹൃദയം ഉണ്ടാകത്തക്കവണ്ണം ആ തമ്മിൽ പിശാചം പറഞ്ഞിരുന്ന് പ്രവർത്തിക്കുമ്പോൾ ദൈവമക്കളെ, നമുക്കൊരു നമ്മളൊരു ആശയപരമായിട്ട് ഒരു സത്യത്തിന് വേണ്ടി നിന്നാലും ചിലപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവനും ആ വ്യക്തിക്ക്, ആ ആളുകൾക്ക് നമ്മളോടുള്ള തെളിഞ്ഞും മറിഞ്ഞുമുള്ള ചില യുദ്ധത്തിന് കാരണമാകും. അത് അവരല്ല, അതിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന പൈശാചികപരമായ ശക്തി കൊണ്ടൊന്ന് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പിന്നിൽ മറന്നു നിൽക്കുന്നതായ ദുഷ്ടാത്മ ശക്തിയോടാണ്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കി ദൈവത്തിന്റെ വൈതലി, നീ വ്യക്തികളെ വിരോധിക്കരുത്, നീ വ്യക്തികളോട് വൈരാഗ്യം വയ്ക്കരുത്, നീ വ്യക്തികളോട് പകവെച്ചുകൊണ്ടിരിക്കരുത്. വ്യക്തികളല്ല ഇതിന് കാരണം, അവരിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയാണ് കാരണം. പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിഷയങ്ങളൊക്കെ പറഞ്ഞു തീർക്കും ആളുകളോട്. കുടുംബത്തിൽ തന്നെ ആയാലും ചിലരുടെ മനസ്സിൽ നിന്നൊന്നും പോകത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നമ്മള് ദൈവത്തോട് പറയും, കർത്താവേ, അതൊക്കെ ഞാൻ എന്നെ മറന്നുപോയല്ലോ. എനിക്ക് ദൈവം വലിയ കൃപ തന്നിട്ടുണ്ട്. ഈ ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുള്ളൊരു കൃപ ദൈവം എനിക്ക് തരുന്നില്ല. ആമേൻ എന്ന് പറഞ്ഞതുപോലെ നമ്മള് കുടുംബത്തിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും. നമ്മൾ അന്നത്തെ സാഹചര്യത്തിൽ വീട്ടിനകത്ത് പറയും, പക്ഷെ മനസ്സിൽ നിന്ന് പോകാതെ പിന്നെയും ഒരു പോരാട്ടത്തിന്റെ അനുഭവം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദാവീദ് ഗോലിയാത്തിനെ കൊന്നു. ദാവീദ് വിചാരിച്ചു, ഇസ്രായേൽ വിചാരിച്ചു ആ യുദ്ധം എന്നേക്കുമായിട്ട് അവസാനിച്ചെന്ന്. പക്ഷെ അവസാനിച്ചില്ല. ദാവീദ് ഗോലിയാത്തിന്റെ സഹോദരൻ ലക്ഷ്മി എഴുന്നേറ്റു. ഹല്ലേലൂയ. അവനിപ്പോൾ യുദ്ധരംഗത്തുണ്ട്. ഗോലിയാത്ത് വീണാലും ഗോലിയാത്തിന്റെ കുടുംബത്തിന്റെ ശത്രുത മാറുകയില്ല. അവന്റെ കുന്തത്തുണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെ ആയിരുന്നു. ഗോലിയാത്തിന്റെ കുന്തം പോലെ വലിപ്പമുള്ള കുന്തവുമായിട്ടാണ് ഇപ്പോൾ അവൻ നിൽക്കുന്നത്. ഗോലിയാത്തിന്റെ വാളിന്റെ വലിപ്പമുള്ള വാളുമായിട്ടാണ് ഇപ്പോൾ അവൻ നിന്ന് വെല്ലുവിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ ആയുധം മാറിയെന്ന് വരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, ഈ ജീവിതത്തിനകത്ത് നിരാശപ്പെടരുത്. നമ്മളൊരു 3-4 കാര്യങ്ങളെ ഇപ്പോൾ ഗോലിയാത്തുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുകയാണ്. ഇതൊന്നും ഗോലിയാത്തല്ല കേട്ടോ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. രോഗം ഒരു ഗോലിയാത്തായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു ഗോലിയാത്ത് ആയ രോഗം വന്ന് ചികിത്സിച്ച് പ്രാർത്ഥിച്ച് മാറി നമുക്കൊരാശ്വാസം ലഭിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അടുത്ത രോഗം വരികയാണ്. ഒരു കുടുംബത്തിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു മോഹൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന്റെ മോളെ പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് സാമ്പത്തികമില്ലാതെ അദ്ദേഹനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ ആദ്യം ശരി, ആ ഒരു കുടുംബത്തെ നമ്മുടെ വീഡിയോ ഒന്നും ഇടാതെ തന്നെ സഹായിക്കാമെന്ന ഒരു സഭ
പറഞ്ഞതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ അവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. കുറച്ച് പൈസ മതിയായിരുന്നു. പൈസ മുടക്കി കിടക്കുകയാണ്. അപ്പോൾ ആ സഹോദരൻ എനിക്ക് മെസ്സേജ് അയച്ചു. ഒരു ചെറുപ്പക്കാരൻ നിത്യതയിൽ എന്ന് പറഞ്ഞൊരു ഇതാണ് എനിക്ക് അയച്ചത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, ഈ മരിച്ചുപോയ ചെറുപ്പക്കാരന്റെ കുടുംബത്തിൽ കഴിഞ്ഞ ദിവസം ഒരു മരണമുണ്ടായി. ഞാൻ ആരാ മരിച്ചെന്ന് ഓർക്കുന്നില്ല. ആ മരണം കഴിഞ്ഞ ഉടൻ തന്നെ ആ വീട്ടിലെ ഈ ചെറുപ്പക്കാരനായിരിക്കുന്ന മനുഷ്യനും അറ്റാക്ക് വന്ന് മരിക്കുകയായിരുന്നു. ഒരു കുടുംബത്തിൽ എത്ര മരണമുണ്ടായി? 2 മരണം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് നമ്മുടെ വീടുകളിലെ പ്രശ്നങ്ങൾ ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് വരുമ്പോൾ ഓർക്കണം, നിനക്ക് പോരാടി ജയിക്കാൻ, നീ ഒന്നിനെ ജയിച്ചാൽ നിനക്കെതിരെ പിന്നെയും പ്രതികൂലങ്ങൾ വരുമ്പോൾ നീ ഒന്നിനെ ജയിച്ച പരിചയം, അഭ്യാസം, അതിന്റെ പരിശീലനം ദൈവം നിനക്ക് തരുന്നത് അടുത്തതിനെ ജയിക്കാനുള്ള ശക്തിക്കാണ്. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു രോഗം മാറും, മറ്റൊന്ന് വരും. രണ്ടാമത്തതായ കാര്യം കടമാണ്, കടഭാരമാണ്. നമുക്കറിയാമല്ലോ, ഞാൻ മിക്കവാറും ഒക്കെ കടഭാരങ്ങള് ഒരുപാട് ചെയ്യുക, തീർത്തു കൊടുക്കാൻ കർത്താവ് കൃപ നൽകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്ത സമയത്ത് ഏറ്റവും അവസാനമായിട്ടുള്ള കടഭാരം തീരുന്നത് തൈറോയ്ഡ് ബാധിച്ചതായിരിക്കുന്ന ഒരു ദൈവദാസ്, തൈറോയ്ഡ് ക്യാൻസർ ബാധിച്ച ദൈവദാസ് അശ്വതി, അവിടെ 7 ലക്ഷം രൂപയുടെ കടം തീരാനുള്ള ഒരു ക്രമീകരണം കർത്താവ് ഇപ്പൊ ചെയ്തിരിക്കുന്നു. ജപ്തിയാണ്. ക്യാൻസർ ആയതുകൊണ്ടാണ് ആളുകൾ അത്രയും പൈസ അയച്ചു കൊടുത്തത്. പക്ഷെ അപ്പോൾ അവിടെ നമുക്ക് 4 ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. 4 ഓപ്പറേഷനും വന്നപ്പോൾ വലിയ കടമാണ്. അപ്പോൾ അതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചികിത്സയ്ക്ക് വേണ്ടി എടുത്ത കടമാണ്. എന്നാൽ പലപ്പോഴും ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് മുൻ ധാരണകളില്ലാതെ കടം വാങ്ങിക്കൂട്ടുന്ന ചില സ്വഭാവങ്ങളുള്ള ദൈവമക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോണ്, ഇവിടെ ലോണ്, ആ ബാങ്ക് ലോൺ എന്ന് പറയുമ്പോൾ ആ ബാങ്കിൽ നിന്ന് എടുക്കും, ഇപ്പോഴത്തെ ബാങ്കിൽ കിട്ടുമെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എടുക്കും. അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ കടബാധ്യതയിൽ കുരുങ്ങി ജീവിതം അവസാനിച്ചു പോകുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അത് വരുത്തി വെക്കുന്ന കടമാണ്. എന്നാൽ വരുത്തി വെക്കാത്തതായ കടങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. യാദൃച്ഛികമായി പെട്ടെന്ന് കുഞ്ഞിനൊരു അസുഖം വന്നു, പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം, പെട്ടെന്ന് പൈസ ഇല്ല എങ്കിൽ ഒരുപക്ഷെ കടം വാങ്ങിക്കേണ്ടി വരാം. അതുപോലുള്ള സാഹചര്യങ്ങൾ. ആമേൻ. ഇപ്പൊ കടഭാരങ്ങൾ ഒന്ന് മാറി മറ്റൊന്ന് വരുന്നത് ഒരു പോരാട്ടമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ പോരാട്ടങ്ങൾ കാരണം നമ്മൾ കൊച്ചിനെ ആ വീട് പണിക്ക് വേണ്ടി ലോൺ എടുത്തു, അതെങ്ങനെയും അടച്ചു തീർന്നു. അത് അടച്ചു തീർക്കപ്പോഴാണ് മോളെ വാങ്ങിക്കാൻ സമയമായി, അതിനുവേണ്ടി ലോൺ എടുത്തു. അത് ഏകദേശം അടച്ചു തീരാറായപ്പോൾ വീട്ടിനകത്ത് കുടുംബനാഥന് പെട്ടെന്നൊരു അസുഖം, ക്യാൻസർ, എല്ലാം മാറി, കിഡ്നി ഫെയിലായി, എല്ലാം മാറി, സാഹചര്യങ്ങളെല്ലാം മാറി, ലോൺ അടവെല്ലാം മാറി. എല്ലാ പ്രതിസന്ധിയുടെ അനുഭവത്തിലേക്കാകുന്ന പല സാഹചര്യങ്ങൾ വരാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, എല്ലാ കടഭാരങ്ങളും പോരാട്ടമല്ല. കടഭാരങ്ങൾ പലതും നമ്മൾ വരുത്തി വെക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പക്ഷെ ഒരു കടം തീരുമ്പോൾ മറ്റൊരു സാമ്പത്തികമായ എല്ലാം നന്നായി എന്ന് തോന്നുന്ന ഒരു സാഹചര്യങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി കിട്ടി, ആ നല്ല സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു പോകുകയാണ്. അവർ വലിയ പ്രതീക്ഷയോടുകൂടെ കാര്യങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ട് വരുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഒന്ന് സ്വസ്ഥമായി എന്ന് വിചാരിക്കുമ്പോൾ അടുത്തൊരു പ്രതിസന്ധി നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വൈദ്യുതി നീ ഓർക്കേണ്ടതായ കാര്യം, നിനക്ക് ജയിക്കാൻ, നിനക്ക് പോരാടാൻ, നിനക്ക് ജയിക്കാൻ, നിനക്ക് പോരാടാൻ, ഹല്ലേലൂയ, ദൈവം നിനക്ക് ശക്തി തരും. ഇതിനെയും ജയിക്കാൻ, ഇതിനെയും പരാജയപ്പെടുത്തുവാൻ, ഈ ശത്രുവിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ, ഈ പിശാചിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ ദൈവം നിനക്ക് ശക്തി തരും. ഈ ഗോലിയാത്ത് ആണെങ്കിൽ ആ ഗോലിയാത്തിന്റെ കുടുംബത്തിൽ നിന്ന് അവന് സഹോദരൻ എഴുന്നേറ്റാലും അവന് നിലനിൽക്കാൻ കഴിയുകയില്ല. ആമീൻ. അവന് പകരമായിട്ട് ദാവീദ് ഗോലിയാത്തിനെ കൊന്നെങ്കിൽ ഒരു എൽക്കാനാനെ ദൈവം ഒരുക്കി വെച്ചിട്ട് ഉണ്ട്. എല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ
പരിഹാരം ഉണ്ട്. ഇപ്പൊ ക്രിസ്തീയ ജീവിതം യുദ്ധങ്ങൾ ഉള്ള ജീവിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ യുദ്ധങ്ങൾ നമുക്ക് പോരാട്ടമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നമുക്കറിയാം. ഉപവാസ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് നമുക്കറിയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, നമുക്ക് ചർച്ചിൽ എപ്പോഴാണ് പോരാട്ടം വരുന്നത്? ചർച്ചിൽ എപ്പോഴും പോരാട്ടം വരുന്നത് ആ ചർച്ച് 21 ദിവസം ഉപവാസം നടക്കുമ്പോൾ പോരാട്ടം വരും. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവസാനത്തെ പോരാട്ടം ഒരു പക്ഷേ ആ 21 ദിവസം ഉപവാസ പ്രാർത്ഥന തീരുന്ന സമയത്ത് എന്ത് ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ള വിഷയത്തിലായിരിക്കും. ചിലപ്പോൾ അതായിരിക്കും പോരാട്ടം വരുന്നത്. കാരണം ഈ ഗോലിയാത്തിന്റെ സഹോദരന് അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം ലഹ്ബി എന്ന പേരിന്റെ അർത്ഥം എന്റെ അപ്പം എന്ന ഒരു പേരുണ്ട്. അതിന്റെ പേരിന്റെ അർത്ഥം അതാണ്. മലയാളം നമുക്ക് അതിനെക്കുറിച്ച് സമയമുണ്ടെങ്കിൽ ചിന്തിക്കാം. അപ്പോ ഉപവാസ പ്രാർത്ഥനയുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൈവദാസനും ദൈവമക്കളുമൊക്കെ 21 ദിവസം ആത്മാർത്ഥമായി ഉപവസിച്ച് ഭക്ഷണമില്ലാതെ ഉപവസിച്ച് ജയിച്ചു നിൽക്കുമ്പോൾ ഉപവാസം തീരുന്ന 21ാമത്തെ ദിവസം ഭക്ഷണം വെടിഞ്ഞാണല്ലോ ഉപവസിക്കുന്നത്. ഭക്ഷണത്തിന്റെ പേരിൽ സഭയിൽ പ്രശ്നമാണ്. രണ്ടാമത്തെ വിഷയം, സഭയിൽ പണി തുടങ്ങുന്ന സഭയിൽ എന്തെങ്കിലുമൊക്കെ പണി തുടങ്ങുമ്പോഴാണ് പിശാചിനെ സഹിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ പണി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പിശാച് അതിനകത്ത് പ്രവർത്തിക്കും. മൂന്നാമത് പിശാച് പ്രവർത്തിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പുതിയ ആത്മാക്കൾ വരുമ്പോൾ ആ പുതിയ ആത്മാക്കൾ ദൈവസഭയിലേക്ക് വരാതിരിക്കാൻ തടസ്സങ്ങൾ ഉണ്ടാക്കി. പുതിയ ആത്മാക്കൾ സഭയിലേക്ക് വരുമ്പോൾ സഭയ്ക്കകത്ത് അടിയും വഴക്കുവാണെങ്കിൽ പുതിയ ആത്മാക്കൾ എത്ര നാൾ നിൽക്കാൻ പറ്റും? അവർ പറയും, ഞങ്ങൾ നിൽക്കുന്ന സമൂഹത്തിൽ ഇങ്ങനെ വഴക്കൊന്നുമില്ല, ഞങ്ങൾ തിരിച്ചു പോയേക്കാം. പടം മേടിച്ച് പന്തളത്തി എന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന് കേട്ടിട്ടുള്ളതുപോലെ ആണല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ആളുകൾ തിരിച്ചു പോകും. ഇതെല്ലാം പിശാചിൻ പ്രവർത്തിക്കുക. സഭ ഒരു കുഴപ്പവുമില്ലാതെ, സഭയിൽ നിർമ്മാണ പ്രവർത്തനമില്ലാതെ, ഉപവാസ പ്രാർത്ഥനയില്ലാതെ, കഴിവതും കുടുംബ കൂട്ടായ്മകളും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഞായറാഴ്ച ഒരു ആരാധനയുമായിട്ട് മാത്രം അങ്ങനെ പോവുകയാണെങ്കിൽ സഭയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കാരണം പിശാചിന് ഇഷ്ടമാണ് പിശാചിന് ഉറങ്ങുന്ന സഭകളെ വലിയ ഇഷ്ടമാണ്. പിശാച് ആഗ്രഹിക്കുന്നത് ഒരിക്കലും സഭയിൽ ഉണർവ് ആരംഭിക്കരുത്. ഉണർവ് ആരംഭിച്ചാൽ അവൻ പ്രശ്നമാണ്. പിശാചിന് ചില സഭകളെ വലിയ ഇഷ്ടമാണ്. ആ സഭകൾ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന സഭയാണ്. ആ സഭയെ കൊണ്ട് ദേശത്തിന് പ്രയോജനമില്ല, നാട്ടുകാർക്ക് പ്രയോജനമില്ല, ദൈവത്തിനും പ്രയോജനമില്ല, സമൂഹത്തിനും പ്രയോജനമില്ല, സഭക്കാർക്കും പ്രയോജനമില്ല. അങ്ങനെയുള്ള സഭകളെയൊക്കെ പിശാചിന് വലിയ ഇഷ്ടമാണ്. പക്ഷെ ഉണർവുള്ള പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ നിലനിൽക്കുന്ന, ജീവിക്കുന്ന ദൈവമക്കൾ ദൈവസഭയ്ക്കകത്തുണ്ടെങ്കിൽ ആ സഭയോട് പിശാചിന് പോരാട്ടമുണ്ട്. ഒരു പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്ത പ്രശ്നമാണ്. ഒരു പ്രശ്നം പരിഹരിച്ച് സഭയിലെ പാസ്റ്ററും മൂപ്പന്മാരും ദൈവമക്കളും കമ്മിറ്റിക്കാരും സെൻട്രൽ പാസ്റ്ററും എല്ലാവരും കൂടെ ചേർന്ന് ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ വരുന്നു അടുത്ത പ്രശ്നം ആരംഭിക്കുന്നു. അതിന്റെ അർത്ഥം എന്നറിയാമോ? സഭയോട് പിശാചിന് പോരാട്ടമുണ്ട്. അപ്പൊ നമ്മുടെ വിഷയം മറക്കരുത്. ഗോലിയാത്ത് പോയപ്പോൾ, ഗത്യനായ ഗോലിയാത്ത് വീണപ്പോൾ, ഫിലിസ്തീനായ ഗോലിയാത്ത് വീണപ്പോൾ, മല്ലൻ വീണപ്പോൾ, അവന്റെ സഹോദരനായ അവന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വേറൊരുവൻ, ആ നാട്ടുകാരൻ തന്നെ ദൈവ മക്കൾക്കെതിരായി എഴുന്നേൽക്കുകയാണ്. ഗോലിയാത്ത് മരിച്ചെങ്കിലും ഗോലിയാത്തിന്റെ സ്വഭാവമുള്ള ആത്മാവ് മാറിയിട്ടില്ല. ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ പാപസംബന്ധമായിട്ടുള്ള മരണം, പാപത്തിൽ മരിക്കുകയല്ല, പാപസംബന്ധമായിട്ട് മരണം, അങ്ങനെ മരിക്കുന്നവരെയാണല്ലോ നമ്മൾ കുഴിച്ചിടുന്നത്. അങ്ങനെയുള്ളവരെയാണല്ലോ നമ്മൾ വെള്ളത്തിൽ അടക്കുന്നത്. അങ്ങനെയുള്ളവരാണല്ലോ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് പുതിയൊരു പ്രഖ്യാപനത്തോടെ പരസ്യമായി വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത്. ഹല്ലേലൂയ. പക്ഷേ അതിനകത്ത്
അവൻ പലതും മരിച്ചാലും പിന്നെയും ചിലത് ജീവിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് അഹങ്കാരമെല്ലാം പോയി, നമ്മള് നിഷ്കളങ്കത, നമ്മളൊരു അഹങ്കാരമൊക്കെ പോയി, ദൈവമക്കൾ അഹങ്കാരമൊക്കെ പോയി, ദൈവാസന്മാർക്ക് അഹങ്കാരമൊക്കെ പോയി, വിനയമൊക്കെ വരുമ്പോഴാണ് ദൈവമക്കളാണെങ്കിലും അവർക്ക് ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ തുടങ്ങുമ്പോൾ, പ്രശസ്തി ലഭിക്കാൻ തുടങ്ങുമ്പോൾ, അല്പം ഒരു സാമ്പത്തികം ലഭിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവമക്കളാണെങ്കിലും ദൈവദാസന്മാരാണെങ്കിലും ദൈവദാസിമാരാണെങ്കിലും ആരാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, മനസ്സിലാക്കേണ്ട വിഷയം, ഒരിക്കൽ മരിച്ച ഗോലിയാത്ത് വീണ്ടും ജീവൻ പ്രാപിക്കുക, വെല്ലുവിളിക്കുന്ന ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഒന്നിന് കീഴടങ്ങാത്ത ആത്മാവ്. ഹല്ലേലൂയ. അനുസരണക്കേടിന്റെ ആത്മാവ്. ഹല്ലേലൂയ. അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതായ കാര്യം, ഒരിക്കൽ മരിച്ച ഗോലിയാത്ത് അവിടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ അകത്തൊരു പോരാട്ടമുണ്ട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നന്മയ്ക്കെതിരായി വേറൊരു ആത്മാവ് എന്നോട് പോരാടുന്നു. അപ്പൊ ഈ പോരാട്ടം എവിടെ നടക്കുന്നേ? നന്മ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തിന്മ ചെയ്യാൻ ഒരു മനുഷ്യനും ആഗ്രഹമില്ല, അല്ലേ? നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ തിന്മ ചെയ്യാൻ? എനിക്കും ആഗ്രഹമില്ല, നിങ്ങൾക്കും ആഗ്രഹമില്ല, ആർക്കും ആഗ്രഹമില്ല. പക്ഷേ നമ്മളിലുള്ള നന്മയ്ക്കെതിരെ അകത്ത് മറ്റൊരു പോരാട്ടം നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ മനസ്സാക്ഷി നടക്കുന്ന പോരാട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മനസ്സാക്ഷി നടക്കുന്ന പോരാട്ടത്തിൽ ദൈവത്തിന്റെ പ്രമാണം ജയിച്ചാൽ, തൽക്കാലം മറ്റൊരു പ്രമാണം പരാജയപ്പെട്ടാലും, ഒരു ദൈവഭയത്തിന്റെ ജീവിതത്തെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നും അവന്റെ ജീവിതത്തിൽ അവന്റെ മരണം വരെ, അവരുടെ മരണം വരെ അവരുടെ ജീവിതത്തിൽ, ജീവിതത്തിനകത്ത് ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിച്ചാൽ നമുക്ക് ആത്മീയമായിട്ട് ജയിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കൈയടിച്ച് പാട്ടുപാടി ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രമൊക്കെ പറഞ്ഞ് നമ്മൾ ജയമെടുത്ത് യേശു ക്രിസ്തുവിന്റെ രക്തത്താ ജയം എന്നൊക്കെ പറഞ്ഞു പോയാലും ഈ അകത്തുള്ളവനെ നമുക്ക് പലപ്പോഴും ജയിക്കാൻ, പുറത്തുള്ളവരെ നമുക്ക് ജയിക്കാൻ പറ്റും. പക്ഷെ അകത്ത് ജീവന്റെ പ്രമാണത്തോട് പോരാടുന്ന മറ്റൊരു പ്രമാണത്തെ നമുക്ക് പലപ്പോഴും ജയിക്കാൻ കഴിയാതെ വരുന്നു. ആമേൻ. ഗോലിയാത്തിന്റെ ആത്മാവ് പോലെയുള്ള ഒരാത്മാവ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. അതാണ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, അനുസരണക്കേടിന്റെ ആത്മാവ്. ആമേൻ. എന്ന് പറഞ്ഞ വേദപുസ്തകം എടുത്തു പറയാം. വേദപുസ്തകം ചിന്തിക്കരുത് കേട്ടോ. ആമേൻ. സഭായോഗത്തിൽ പറയാം, വേദപുസ്തകം തുറക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ അവർ വേദപുസ്തകം അടച്ചു. എല്ലാവർക്കും എഴുന്നേക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ അവര് ഇരിക്കും. എല്ലാവർക്കും ഇരിക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ അവർ എഴുന്നേൽക്കും. ആരും ഹല്ലേലൂയ പറയരുതെന്ന് പറഞ്ഞാൽ അന്നേരം അവർ ഹല്ലേലൂയ പറയും. ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ അന്നേരം അവർ പിന്നെ മിണ്ടില്ല. ഇതെല്ലാം എന്തിന്റെ ആത്മാവാ? അനുസരണക്കേടിന്റെ ഒരാത്മാവാണ്. ഈ അനുസരണക്കേടിന്റെ ആത്മാവിനെ ജയിക്കാൻ പ്രൈസ് ദി ലോർഡ് അകത്ത് നമുക്കൊരു പോരാട്ടമുണ്ട്. നമ്മളത് മറക്കരുത്. എന്റെ ഒപ്പം നിങ്ങൾ വരണം. എന്റെ ഒപ്പം വന്നെങ്കിൽ മാത്രമേ ദൈവവചനത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് നമ്മൾ വേറൊരു ചിന്തയിലേക്ക് മാറും. അപ്പോൾ പ്രശസ്തി, ഒരിക്കൽ നമ്മുടെ അഹങ്കാരം എല്ലാം പോയി നമ്മൾ വിനയമായി താഴ്മയോടെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ആരംഭിക്കുന്നു, ജീവിതത്തെ സമർപ്പിക്കുന്നു. പക്ഷെ അല്പ സാമ്പത്തികം വരുന്നു, അല്പ പണം വരുന്നു, അല്പ പ്രശസ്തി വരുന്നു, അല്പ അധികാരം വരുന്നു, അല്പ സ്വാധീനം വരുന്നു. അപ്പോൾ നമ്മളിൽ പഴയ ഗോലിയാത്ത് എഴുന്നേൽക്കാൻ ആരംഭിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തത് കാര്യം ഭയം. കർത്താവിൽ വന്നപ്പോൾ ദൈവമക്കളിൽ നമ്മുടെ ഭയമാണ്, അല്ലേ? നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം മാറി നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മുടെ മനസ്സിൽ ദൈവം പ്രവർത്തിക്കുമെന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടല്ലേ
കർത്താവ് പടകിൽ വെള്ളത്തിലൂടെ നടന്നു വന്നപ്പോൾ പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാനും വരട്ടെ അങ്ങോട്ട് അടുത്ത്. അവന് ഭയമില്ലായിരുന്നു. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഭയമില്ലായിരുന്നു. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ പിന്നെ ഭയമുണ്ടാകും. കാരണം 365 ദിവസവും നമ്മോട് പറയുന്ന വചനം ഇതാണ്, ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ അവൻ ഭയപ്പെട്ട് യഹൂദന്മാരെയും റോമൻ പട്ടാളക്കാരെയും മഹാപുരോഹിതന്റെ സേവകരെയും ഭയപ്പെട്ട് അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ ശിഷ്യന്മാർ അടച്ചിട്ടിരിക്കുമ്പോൾ, വാതിൽ അടച്ചിരിക്കുമ്പോൾ കർത്താവ് വാതില് തുറക്കാതെ അകത്തു. കാരണം അന്ന് CCTV ഒന്നും ഇല്ലായിരുന്നു. ആരാ പുറത്ത് വന്നതെന്നും അറിയത്തില്ല. കാരണം വാതിൽ പൊട്ടുമ്പോൾ ആമേൻ അവിടെ കൂട്ട നിലവിളിയാണ്. അവിടെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. ഞാനൊരു ഇന്നത്തെ മാനുഷിക ഭാഷ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഹല്ലേലൂയ. CCTV അവിടെ ഇല്ലായിരുന്നത് കൊണ്ടും പുറത്ത് വന്നവരാരാണെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ടും കർത്താവിനറിയാം പലതും അറ്റാക്ക് വന്ന് പലരും മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവ് അടച്ച വാതിലൊന്നും മുട്ടാൻ നിന്നില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കർത്താവ് മുട്ടാനൊന്നുമില്ല. കർത്താവ് നേരെ അകത്ത് കൊണ്ടു വന്നിട്ട് പറഞ്ഞു. അപ്പോഴേ അവര് പേടിക്കുന്നറിയാം. കർത്താവ് ആദ്യം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഭയപ്പെടുന്നവർക്ക് ദൈവം നൽകുന്നത് ഒന്നാണ് സമാധാനം. കർത്താവ് പോകുകയാണ്, കർത്താവ് പോകാൻ പോവുകയാണ്. കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. കരയുയർത്തുന്ന സ്തോത്രം ചെയ്താൽ നമുക്ക് ആദ്യം തരുന്നത്. കാരണം ഈ ശിഷ്യന്മാരുടെ സ്വഭാവം കർത്താവിന് അറിയാം. ആമേൻ. കർത്താവ് ഇങ്ങനെ ഇവരിങ്ങനെ മുങ്ങിച്ചാകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് മുങ്ങിച്ചാകത്തില്ല. കർത്താവാണ് ഒരാളെ അയച്ചെങ്കിൽ അവൻ മുങ്ങിച്ചാകില്ല. കാരണം അയച്ചവൻ കൊല്ലാനല്ല അയച്ചത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നിന്നോടുള്ള ദൈവത്തിന് ദൂതാണ്. ആമേൻ. പൗലോസ് ആമേൻ യെരുശലേമിലേക്ക് പോകുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പല പ്രാവശ്യം പൗലോസിനോട് പറഞ്ഞു, മോനെ പൗലോസേ, നീ ഇവിടുന്ന് യെരുശലേമിലേക്ക് പോയാൽ നിന്റെ കൈകാലുകൾ കെട്ടു, നിന്നെ റോമാക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നേരത്തെ പറഞ്ഞെങ്കിലും പൗലോസ് സ്വമേധയാ പറഞ്ഞു, നിങ്ങൾ ആരും എന്നെ തടയാൻ നോക്കണ്ട, ഞാൻ യെരുശലേമിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭയം പൗലോസിനില്ലായിരുന്നു. ഭയം പൗലോസിന് ഇല്ലായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഈ ശിഷ്യന്മാര് ആമേൻ പടകിലിരിക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങിച്ചാകുമെന്ന് തോന്നുന്നതായിരിക്കുന്ന സമയം. ഞാൻ പറഞ്ഞത്, ദൈവം ഒരുവനെ ഒരു കാര്യത്തിലേക്ക് അയച്ചാൽ ദൈവം ആമേൻ പത്രോസിനോട് പറഞ്ഞില്ലേ, നീ അരകെട്ടും, നീ വൃദ്ധനാകും. ആമേൻ. ഈ ഭാഗത്തെ കുറിച്ച് ഞാൻ ആ ഭാഗത്തെ കുറിച്ച് പോകുന്നില്ല. ആമേൻ. വാർദ്ധക്യത്തിലുള്ള ഒരു മരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ പത്രോസ് ഹെരോദാവിന്റെ ജയിലിനകത്ത് ശാന്തനായി തന്നെ കൊല്ലാൻ നിശ്ചയിച്ചതിന്റെ തലേ ദിവസത്തെ രാത്രിയിൽ ശാന്തനായി കിടന്നുറങ്ങി. തന്റെ സമയം തന്റെ കൂടെ ഉണ്ടായിരുന്ന ശുശ്രൂഷ വൃന്ദത്തിലുണ്ടായിരുന്ന ആമേൻ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേരുമായിട്ട് ആമേൻ എവിടെയും കർത്താവ് ധൈര്യമായിട്ട് ഈ 3 പേരുമായിട്ട് പോന്നത്. ആമേൻ. ആ കൂട്ടത്തിലുണ്ടായിരുന്ന യാക്കോബിനെ വാളുകൊണ്ട് വെട്ടി കൊന്നു എന്ന് അറിഞ്ഞിട്ട് പത്രോസ് ശാന്തനായിട്ട് ഭയമില്ലാതെ ആമേൻ കിടക്കുകയാണ്. ആമേൻ. കാരണം വാഗ്ദത്തമുണ്ട്. കൈകാലുകൾ ബന്ധിച്ചാലും, ആമത്തിലിട്ട് പൂട്ടിയാലും, ചങ്ങല കൊണ്ട് ബന്ധിച്ചാലും വാഗ്ദത്തമുള്ളവനെ ഇന്ന് രാത്രി കൊല്ലാൻ പറ്റുകയില്ല. കൊല്ലാൻ നിശ്ചയിച്ച തലേ രാത്രികള് ദൈവം ഇടപെടുക. കാരാഗൃഹത്തിന് വാതിൽ തുറക്കപ്പെടുക. ചങ്ങലകൾ അഴിഞ്ഞ് മാറുക. നീ ഒന്നും ചെയ്യണ്ട. നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി വാതിൽ തുറക്കപ്പെടുക. നീ ഒന്നും ചെയ്യണ്ട, നീ ഒന്നും ചെയ്യണ്ട. നിന്റെ കുടുംബത്തിന് വേണ്ടി നന്മയുടെ വാതിൽ തുറക്കപ്പെടുക. ഹല്ലേലൂയ. വാഗ്ദത്തം നിനക്കുണ്ടെങ്കിൽ കർത്താവിനറിയാൻ ഇവർക്ക് ഭയമുണ്ടെന്ന്. ആർക്ക്? ശിഷ്യന്മാർ.
അവർ വിചാരിച്ചു വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോവുകയാണ്. 4 അയ്യാമത്തിലൂടെ നമ്മുടെ കർത്താവ് കടലിന്റെ മുകളിലൂടെ നടന്നു വരികയാണ്. വരുമ്പോ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ എന്നൊന്നും അല്ല അവര് പറഞ്ഞത്. അവര് പറഞ്ഞ എന്താ? ഭൂതം വരുന്നത്. രക്ഷിക്കാൻ വരുന്ന കർത്താവിനെ ഭയം ഉറക്കവും പിടിച്ചപ്പോ തിരിച്ചറിയാൻ കഴിയാതെ ഭയപ്പെട്ട് നിലവിളിച്ച ഈ മനുഷ്യർക്ക് എന്താദ്യം വീഴുന്നത്? എന്താ വീഴുന്നത്? സമാധാനം. അതുകൊണ്ട് കർത്താവ് വാതിൽ മുട്ടാതെ നേരെ അകത്തോട്ട് ചെന്നത്. പ്രൈസ് ദി ലോർഡ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. പ്രിയമുള്ളവരെ, ഭയം മാറും. നാളത്തെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. നിന്റെ ഭാവി, നിന്റെ കുടുംബത്തിന്റെ ഭാവി, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, നിന്റെ സഭയുടെ ഭാവി എല്ലാം ദൈവത്തിന്റെ കയ്യിൽ നീ കൊടുക്കണം. നിന്റെ ഭാവി ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. മറുപടി തടയാൻ കഴിയും. എത്ര നാൾ തടയാൻ കഴിയും? ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന്റെ അന്ന് തന്നെ മറുപടി സ്വർഗത്തിൽ നിന്നിറങ്ങി. പക്ഷെ 21 ദിവസമായപ്പോൾ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. മറുപടിക്ക് തടസ്സങ്ങൾ വന്നെങ്കിലും 1-ാമത്തെ ദിവസം തന്നെ മറുപടി സ്വർഗത്തിൽ നിന്ന് പോന്നു. നീ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും മറുപടി സ്വർഗത്തിൽ നിന്ന് പോന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ മറുപടി നിന്റെ കയ്യിൽ എത്താനുള്ള താമസം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. നിന്റെ മറുപടിക്കെതിരെ, നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ ആകാശ മണ്ഡലത്തിൽ ഒരു പോരാട്ടം നടക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ ഭയപ്പെടരുത്. നീ ആരാധനയ്ക്ക് പോയ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞ് വെട്ടുകത്തി എടുത്ത് ഉയർത്തി കഴുത്തിന് നേരെ ചൂണ്ടു നിന്നിട്ടു ആരാധനയ്ക്ക് പോകുന്ന സഹോദരന്മാരും ഉണ്ട്. സ്വന്തം വീട്ടിനകത്ത് വെട്ടുകത്തി തലയ്ക്ക് മുകളിൽ ഉയർത്തപ്പെടും. ഭയപ്പെടാതെ സ്തോത്രം പറഞ്ഞ് നിന്നവരും ഇന്ന് പലപ്പോഴും ജീവിതത്തിന്റെ ചില മേഖലകളിൽ ആശങ്കകളിൽ കഴിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഭയം മാറി, പക്ഷെ ചില ആശങ്കകൾ. ഭയം മാറി, ഇനി മാറാനുള്ളത് ചില ആശങ്കകളാണ്. നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള ആശങ്കയൊന്ന് മാറണം. അത് നമ്മുടെ അകത്ത് നടക്കുന്നൊരു പോരാട്ടം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഗോലിയാത്തിന്റെ പോരാട്ടം അവസാനിച്ചെങ്കിലും ഗോലിയാത്തിന്റെ കുടുംബത്തിൽ നിന്ന് മറ്റൊരു പോരാട്ടം, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഭയം മാറി. ഇപ്പോഴെന്താ ഉള്ളേ? ആരും ഒന്നും മിണ്ടുന്നില്ല. എന്താ ഉള്ളത്? ആശങ്കയാണ്. എന്ത് ചെയ്യുമെന്നുള്ളത്. വീടൊന്നും ആയിട്ടില്ലെന്ന് എന്ത് ചെയ്യും? ഒരു സ്ഥലം പോലും ഒന്നും ആയിട്ടില്ല, എന്ത് ചെയ്യും? മോളെ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, നാടൻ ഭാഷ പറയുകയാണെ, ഞാൻ ആ പദം ഉപയോഗിക്കാറില്ല, എന്നാലും നാടൻ ഭാഷ പറയാം. മോളെ കെട്ടിക്കാറായി. അതൊക്കെ പണ്ടായിരുന്നല്ലോ കെട്ടിക്കുന്ന കാര്യമൊക്കെ. മോളെ കല്യാണമൊക്കെ എടുക്കാറായി. ആലോചനകൾ അവിടെ ഇവിടങ്ങളൊക്കെ വരുന്നുണ്ട്. എന്ത് ചെയ്യും? കുഞ്ഞ് പരീക്ഷയ്ക്ക് +2 നല്ല മാർക്കോടെ പാസ്സായി. ഇനി അവളുടെ ഉപരിപഠനത്തിന് എന്ത് ചെയ്യും? ഇന്നലെ രാത്രി ഒരാൾ എന്നെ വിളിച്ചു, ഒത്തിരി കഴിഞ്ഞു. അവിടെ വേദനകൾ, ആ സഹോദര വേദനകൾ ഞാനുമായിട്ട് പങ്കുവെച്ചു. അല്ലെങ്കിൽ പറഞ്ഞൊരു കാര്യം ഇതാണ്: എന്ത് ചെയ്യും പാസ്റ്റേ, എന്ത് ചെയ്യും? പക്ഷേ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നതാണ്, ജീവിതത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്നതാണ്, ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടെ നിൽക്കുന്ന ഒരാളാണ്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരാളാണ്. പക്ഷേ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, എന്ത് ചെയ്യും? ആശങ്കയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊച്ചിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇതുവരെ ഒന്നും ആയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഭയം മാറി. വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് വന്ന വ്യക്തിയാണ്, എല്ലാത്തിനും അതിജീവിച്ചു വന്ന വ്യക്തിയാണ്. പക്ഷെ ചില ജീവിതത്തിന്റെ ചില വിഷയങ്ങളിൽ ആശങ്കയാണ്. കർത്താവ് പറയുന്നു, നീ ആശങ്കപ്പെടേണ്ട. ഭയം മാറി. ആശങ്ക ഒരു യുദ്ധമായിട്ട് തീരരുത്. ചില കുഞ്ഞുങ്ങളൊക്കെ നന്നായി പഠിക്കും. അപ്പനും അമ്മയും ചോദിച്ചാൽ ഏത് ചോദ്യത്തിന് ഉത്തരം പറയും? ക്ലാസ്സിൽ
അധ്യാപകർ ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യനും ചോദ്യത്തിനും മറുപടി ഉടനെ അവർ പറയും. പക്ഷെ പരീക്ഷാ പേപ്പർ ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മിനിസോരിക്ക് അറിയാൻ ടീച്ചറാണല്ലോ, പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ വരുന്നില്ല. ഒരാശങ്കയാണ്, ഇത് എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക. ഈ ആശങ്ക മനസ്സിലുള്ളത് കൊണ്ട് ഒന്നും ഓർമ്മ വരുന്നില്ല. എഴുതുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള മറ്റൊരാശങ്ക. പ്രൈസ് ദി ലോർഡ്. ഞാൻ തോറ്റുപോകുമോ എന്നുള്ളൊരു ആശങ്ക. നല്ലൊരു മാർക്ക് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാർ എന്ത് പറയുമോ എന്നുള്ളൊരു ആശങ്ക. നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിലും ഒക്കെ എന്ത് മറുപടി പറയും എന്നുള്ളൊരു ആശങ്ക. കാരണം അമ്മ പറഞ്ഞു വെച്ചിരിക്കുക, എന്റെ കുഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സാവും കേട്ടോ, ഇത്ര ശതമാനം മാർക്ക് കൊച്ചിനുണ്ട് ഉണ്ടാകുമെന്നൊക്കെ നേരത്തെ പലരോടും പറഞ്ഞിരിക്കുക. അതിലെങ്ങാണ് ഒരു മാർക്ക് കുറഞ്ഞു പോയാൽ അമ്മയുടെ സ്വഭാവം മാറും, അപ്പന്റെ സ്വഭാവം മാറും. ഇതെല്ലാം നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുക, പലരോടും നേരത്തെ ഈ പൊങ്ങച്ചൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. പ്രിയമുള്ളവരെ, കൊച്ചിന് പരീക്ഷ എഴുതാൻ പറ്റുമോ? ആകെ ആശങ്കയാണ്. ഭയം മാറി, ആശങ്ക. ജീവിതത്തിന്റെ ചില മേഖലകളിൽ ഇന്ന് പകൽ കർത്താവ് നിന്നോട് സംസാരിക്കുന്നു. എന്തു തിന്നും, എന്തു കുടിക്കും, നാളെ എന്തുടുക്കും, നാളെ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടേണ്ട. ആകാശത്തിലെ പറവകൾക്ക് ദൈവം ഭക്ഷണം ഒരുക്കിയെങ്കിൽ നിന്റെ തലമുറയുടെ നന്മ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. ഒരു ആശങ്കയുമായിട്ടാണ് ഒരു കുഞ്ഞുമായിട്ട് അമ്മ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ മുതൽ ആശങ്കയാണ്, എവിടേക്ക് പോകും? മിസ്രൈമിലേക്ക് പോകാൻ പറ്റില്ല, കാരണം അവിടെ പോകുന്നിട്ട് ഒത്തിരി നാളായി. മിസ്രൈമിലെ ദാസിയായിരുന്നു, ഇനി അങ്ങോട്ട് ചെന്നാൽ കേട്ടില്ല. എവിടേക്ക് പോകും? പുരുഷന്റെ സ്ഥലം പോലും സ്വന്തമായിട്ടില്ല, തലയായിക്കാൻ ഒരു ഇടമില്ല, കുറച്ച് വെള്ളം എടുക്കാന്ന് വെച്ച് അതിനനുസരിച്ചുള്ള കുപ്പിയോ ജാറോ ഒന്നും ഇല്ല. എന്ത് ചെയ്യും? ഈ മരുഭൂമിയിൽ എന്നെ ആര് സഹായിക്കും? ഹല്ലേലൂയ. വളരെ ഒരിക്കൽ ഭയപ്പെട്ടെടുത്ത ദൈവം കൃപ നൽകി, ഭയമെല്ലാം മാറി തിരിച്ചുപോയി. നിന്റെ മകനെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം വാഗ്ദത്തം കൊടുത്ത് തിരിച്ചുപോയി. ഇപ്പോൾ ഈ ആശങ്കയോടുകൂടെ ഈ മോന്റെ കയ്യും പിടിച്ച് അമ്മ നടക്കുക. മോന് അത്ര വലിയ ആശങ്കയില്ല, കാരണം അവൻ ജീവിതം പഠിച്ചു വരുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങൾ ജീവിതം പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ അമ്മമാർക്കും അപ്പന്മാർക്കും ഒക്കെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയാണ്. അത് കുഞ്ഞുങ്ങൾ അറിയാതെ പലപ്പോഴും അത് മാറ്റിവെക്കുമ്പോൾ പലരോട് പറയാറുണ്ട്, എന്റെ വിഷമം എന്റെ കുഞ്ഞുങ്ങൾ അറിയരുത്, വസ്തേ എന്റെ കണ്ണുനീര് എന്റെ കുഞ്ഞുങ്ങൾ കാണരുത്, ഞാൻ വേദനിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങൾ കാണാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അവർ പഠിക്കട്ടെ. ഞങ്ങളുടെ കടഭാരമോ ഞങ്ങളുടെ ആശങ്കകളോ ഞങ്ങളുടെ പ്രയാസങ്ങളോ എല്ലാം കുഞ്ഞുങ്ങൾക്ക് വന്നാൽ അവിടെ മനസ്സ് ക്ഷീണിച്ചു പോകുമെന്ന് പറഞ്ഞ് എത്രയോ അപ്പനും അമ്മയുമാണ് കുഞ്ഞുങ്ങൾ അറിയാതെ അവരുടെ ഭാരങ്ങൾ ആരോടും പറയാതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. ഈ ഒരു അമ്മ ഈ ഒരു കുഞ്ഞിനെ കൊണ്ട് മരുഭൂമിയിലൂടെ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എവിടെ വെള്ളം കിട്ടും? വെള്ളം തീർന്നു. ഹല്ലേലൂയ. അബ്രഹാം കൊടുത്തു വിട്ട വെള്ളവും തീർന്നു, അപ്പവും തീർന്നു. മരുഭൂമിയാണ്, എന്ത് ചെയ്യും? ഹല്ലേലൂയ. നിറച്ചാശങ്കയോടെ പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് കുഞ്ഞ് പറഞ്ഞു, ഇനി ഒരടി പോലും വെക്കാൻ പറ്റില്ല അമ്മേ. അമേൻ. അമ്മ പറഞ്ഞു, ശരിയാണ്, എന്റെ കുഞ്ഞു ക്ഷീണിച്ചു പോയി. അവിടെ കൊണ്ടുവന്ന് ഒരു തണലത്ത് കിടത്തിയിട്ട് കുഞ്ഞിനെ മരണം കാണാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് കണ്ണുകൾ കണ്ണുനീരുകൊണ്ട് ഒരിക്കൽ വാഗ്ദത്തം കൊടുത്ത ആ ദൈവത്തെങ്കിലേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ, അബ്രഹാമിന്റെ ദൈവത്തിലേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ, അമ്മയുടെ നിലവിളി കണ്ടല്ല, കാരണം അവൾക്ക് വാഗ്ദത്തം ഉള്ളവളാണ്. ദൈവം അവളോട് കുഞ്ഞു ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. അവൾ നിലവിളിക്കാൻ പാടില്ല, കാരണം അവൾക്ക് വാഗ്ദത്തമുണ്ട്. ദൈവ വാഗ്ദത്തങ്ങളൊന്നും മാറത്തില്ല. ദൈവം ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്ന് മാത്രമേ ഉള്ളൂ. വാഗ്ദത്തം കൊടുത്തവൻ വിശ്വസ്തനാണ്. പക്ഷെ കുഞ്ഞിന് ആ വാഗ്ദത്തങ്ങളെ കുറിച്ച് വല്ലാട്ട് അറിയില്ല. അമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ല. അമ്മയാന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഈ കുഞ്ഞിന്റെ കയ്യും പിടിച്ച് അവൻ മരുഭൂമിയിലേക്ക് പോകുമ്പോ അമ്മ പറഞ്ഞു കൊടുക്കണമായിരുന്നു, മോനെ നീ ഭയപ്പെടണ്ട, നിനക്ക് വാഗ്ദത്തമുണ്ട്, നിനക്കൊരു വാഗ്ദത്തമുണ്ട്. നിന്റെ ഈ മകനിൽ നിന്ന് തന്നെ
ഞാനൊരു വലിയ ജാതി ഉളവാക്കുമെന്ന് പറഞ്ഞവനുണ്ട്. അത് അബ്രഹാമിന്റെ ദൈവമാണ്. 100-ാമത്തെ വയസ്സിൽ നിന്റെ പിതാവായിരിക്കുന്ന അബ്രഹാമിന് ഒരു മകനെ നൽകിയെങ്കിൽ, ആ മകനെ ചാരത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് പിന്നീടാണ് സംഭവിച്ചതെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഒരു മകനെ നൽകിയതെങ്കിൽ, ആമേൻ. പ്രിയമുള്ളവരെ, പ്രിയമുള്ള കുഞ്ഞേ, അബ്രഹാമിന്റെ ദൈവം. ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്നെ കാണുന്നവൻ ഇവിടെയും എന്നെ കണ്ടു എന്ന് ഞാൻ ചോദിച്ചു. അബ്രഹാമിന്റെ വീട്ടിൽ എന്നെ കണ്ടവനാണ്, എന്റെ കണ്ണുനീര് കണ്ടവരാണ്, എന്റെ വേദനയുടെ കണ്ണുനീര് കണ്ടതാണ്, എന്റെ കണ്ണുനീര് കണ്ടതാണ്. പക്ഷെ ആ മരുഭൂമിയിലും ചില വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കണ്ണുനീര് കണ്ടവരെ ഞാൻ അവിടെയും കണ്ട്, നീ ഇവിടെയും എന്നെ കാണുന്നു എന്ന് ചോദിച്ച് തിരിച്ചുപോയ എന്റെ ദൈവം, നമ്മുടെ ദൈവം, അബ്രഹാമിന്റെ ദൈവം ഈ മരുഭൂമിയിൽ ഉണ്ട് കുഞ്ഞെ എന്ന് പറഞ്ഞ ധൈര്യത്തോടെ അവന് ആശ്വാസം നൽകി കൈപിടിച്ച് കൊണ്ടുപോകുന്നതിന് പകരം ഒരു അമ്മ മാറി നിന്ന് ആശങ്കയോട് കരയുമ്പോൾ, അവന്റെ അമ്മ അറിയാതെ, അവനറിയാതെ, അവന്റെ പിതാവായിരിക്കുന്ന അബ്രഹാം അറിയാതെ, അവന്റെ അബ്രഹാമിന്റെ കുടുംബക്കാരറിയാതെ ഒരു ഉറവ, ആരും അറിയാത്തൊരു ഉറവ അവളുടെ കുഞ്ഞിന് വേണ്ടി കിട്ട് മരുഭൂമിയിൽ തുറന്നെങ്കിൽ ആശങ്ക വേണ്ട, ഭയം വേണ്ട. നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു ഉറവ തുറന്നിരിക്കും. നീ ഭയപ്പെടേണ്ട. ആശങ്ക നീ പോരാടി. ആശങ്ക എന്ന പോരാട്ടത്തെ നീ പോരാടി ജയിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 12:15 ഞാനിത് അവസാനിപ്പിക്കും. 3/4 മണിക്കൂറാണ് ഞാൻ. ഒത്തിരി സംസാരിക്കാനുണ്ട്, എന്നാൽ നിങ്ങളെ ഇരുത്തി മുഷിപ്പിക്കുന്നില്ല. ഈ വിഷയത്തിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. 12:15 ക്രിസ്തീയ ജീവിതം യുദ്ധങ്ങളില്ലാത്ത ജീവിതമല്ല. ഒരുപാട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട് കേട്ടോ. ഈ പറഞ്ഞ ഗോലിയാത്തിന്റെ സഹോദരനുമായിട്ടുള്ള പോരാട്ടത്തെ കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട്. നിങ്ങൾ ദാവീദും ഗോലിയാത്തിനെ കുറിച്ച്, ആ പോരാട്ടത്തെ കുറിച്ചൊക്കെ നിങ്ങൾ പ്രസംഗം കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ഇതുവരെ പ്രസംഗിക്കാത്ത, ആ വിഷയം എടുക്കാത്തൊരു കാര്യമാണ് ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം. വിഷയമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വിഷയം എടുത്താൽ അവിടെ ഇവിടെ തൊട്ടല്ല സംസാരിക്കുന്നത്. കർത്താവ് എനിക്ക് പണ്ട് തന്നിരിക്കുന്ന കൃപയുണ്ട്, ആ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഉദാഹരണങ്ങൾ ഇങ്ങനെ കയറിയൊക്കെ വരാറുണ്ട്. അപ്പൊ ക്രിസ്തീയ ജീവിതം യുദ്ധങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല. ഇവിടെ ഒരു വിജയം അടുത്ത യുദ്ധത്തിനുള്ള ഒരുക്കമാണ്. നമ്മൾ നോക്കിയ ഗോലിയാത്തിനെ വീഴ്ത്തിയ ശേഷം ദാവീദ് വിശ്രമ ജീവിതത്തിലേക്ക് പിന്നെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധിക്കണം. കരടിയെയും സിംഹത്തെയൊക്കെ കൊന്നു എന്നുള്ളത് ശരിയാണ്. എങ്കിലും ദാവീദിന് കാട്ടിൽ ഏകദേശം ഒരു വിശ്രമ ജീവിതമായിരുന്നെന്ന് പറയാം. ടെൻഷനുകളില്ലാത്തൊരു ജീവിതമായിരുന്നു. എന്താ ടെൻഷൻ ഇല്ലാത്ത ജീവിതം? ആടിനെ പിടിച്ചോണ്ട് പോകുന്നൊക്കെ ചിന്തിച്ചാൽ മതി. പിന്നെ അപ്പനും അമ്മയൊന്നും ഓർക്കുന്നില്ലല്ലോ എന്നുള്ള ടെൻഷൻ ആരൊക്കെ ഉണ്ട്. എന്നാലും പ്രാണഭയത്തോടെ ഓടേണ്ട സാഹചര്യമൊന്നും വന്നിട്ടില്ല. അമ്മേ, കാരണം കുന്നും മലയൊക്കെ കയറുമ്പോ ആടുകളുടെ ഇടയനായിരിക്കുന്ന ദാവീദിന് തന്റെ ആടുകളെ കുറിച്ച് ഉത്തരവാദിത്തമുള്ളത് കൊണ്ടും ആടുകളെ കുറിച്ചുള്ള കരുതലുള്ളത് കൊണ്ടും ആടുകളെ കുറിച്ചുള്ള സ്നേഹമുള്ളത് കൊണ്ടും ദാവീദ് പറഞ്ഞു, യഹോവ എന്റെ ഇടയനാണ്. കാരണം എന്താ പറഞ്ഞറിയാമോ? ഒരു ഇടയന് എങ്ങനെയൊക്കെ ആടുകളെ പരിപാലിക്കുന്നു എന്നുള്ളത് ദാവീദിനറിയാം. അതുകൊണ്ട് ഈ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന സമയത്തൊന്നും വലിയ ടെൻഷനൊന്നും ദാവീദിനില്ല. പക്ഷേ ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം ദാവീദിന് വിശ്രമിക്കാൻ സമയം കിട്ടിയില്ല. പിന്നെയും യുദ്ധങ്ങളുടെ യുദ്ധമായിരുന്നു. അപ്പൊ ദാവീദ് ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം, തോൽപ്പിച്ചതിന് ശേഷം
ഒരു ഇടയനിൽ നിന്ന് അവനൊരു നായകനായിട്ട് മാറി. ദേശത്തിലെ ദേശീയ നായകനായിട്ട് മാറി. ശൗലിനേക്കാൾ വലിയ നേതാവായിട്ട് മാറി. ശൗല് വിചാരിച്ചു ഇവൻ എനിക്കൊരു ഭീഷണിയാണ്. ദാവീദ് 10,000 കൊന്നു. കാരണം 10,000 തുല്യനാണ് ഗോലിയാത്ത്. പക്ഷേ ശൗൽ 1000 കൊന്നുള്ള പാട്ട് കേട്ടപ്പോ ശൗലിന്റെ ജീവിതത്തിൽ പുതിയ ഒരു ഗോലിയാത്ത് ഉണ്ടായി. ഗോലിയാത്ത് മരിച്ചു. എവിടെ? പക്ഷേ ശൗലിന്റെ ഹൃദയത്തിനകത്ത് പുതിയൊരു ഗോലിയാത്ത് ഉണ്ടായി. ആ ഗോലിയാത്ത് ദാവീദിനോട് പോരാടുന്ന ഒരു ഗോലിയാത്തായി. ഒരു ഗോലിയാത്ത് കഴിഞ്ഞപ്പോൾ പുതിയ ഗോലിയാത്ത് ആരംഭിച്ചു. ആമേൻ. പിന്നീട് ദാവീദിന് നിലത്ത് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. കരങ്ങൾ ഉയർത്തി എന്ന സ്തോത്രം ചെയ്താട്ടെ. ആടുകളോട് കൂടെ നിൽക്കുമ്പോ മിശ്രമുണ്ടായി. പക്ഷെ ഇപ്പോ ഒരു പുതിയ പോരാട്ടം ആരംഭിച്ചപ്പോൾ ദാവീദിന് നിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ചില പറയാറില്ലേ, നിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല പാസ്റ്റേ, സഹോദര സഹോദരി, ആകെ ടെൻഷനാണ്, ആകെ പരക്കപ്പാച്ചിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നേരത്തെ ഉണ്ടായിരുന്ന സ്വസ്ഥതയൊക്കെ പോയി. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ള കുഞ്ഞെ, നീ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നീ ജയിച്ചതാണ്. ആമേൻ. ഹല്ലേലൂയ. നീ കുതിരകളോടുകൂടി ഓടിച്ചു ക്ഷീണിച്ചു പോയാൽ, ഹല്ലേലൂയ, ഇനി നിന്നെ കാത്തിരിക്കുന്ന യോർദാന്റെ വൻകാട. അവിടെ നീ എന്ത് ചെയ്യും? ഈ പ്രതികൂലത്തിൽ നീ ക്ഷീണിച്ചു പോയാൽ, ഈ പ്രതിസന്ധി നീ ക്ഷീണിച്ചു പോയാൽ, ഇനി വരുന്ന വൻകാറ്റ് നീ എന്ത് ചെയ്യും? അടുത്ത പ്രതിസന്ധി നീ എന്ത് ചെയ്യും? ദൈവം നിന്റെ കൈകളെ യുദ്ധാഭ്യസിപ്പിക്കുകയാണ്. ദൈവം നിന്നെ യുദ്ധാഭ്യസിപ്പിക്കുകയാണ്. ഈ വിജയം കണ്ട് നീ സന്തോഷിക്കണം. ഈ വിജയം കണ്ട് നീ സ്വയം മറക്കണ്ട. കാരണം അടുത്ത വിജയലക്ഷ്യം നിനക്ക് മുമ്പിൽ വരികയാണ്. ഈ കട്ടനെ നീ അതിജീവിച്ചത് കണ്ട് നീ അധികം സന്തോഷിക്കണ്ട. എല്ലാത്തിനും ദൈവത്തിന് മഹത്വം കൊടുത്താൽ മാത്രം മതി. പക്ഷേ ഇതിനേക്കാൾ വലിയ കട്ട നിനക്ക് ജയിക്കാനുണ്ടോ? മിസ്രൈമിലെ നൈൽ നദിയെ നീ ജയിച്ചു. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ നൈൽ നദിയിലേക്ക് വലിച്ചെടുത്തു. പക്ഷെ മോശെ നീ അവിടെ ജയിച്ചു. ആ നൈൽ നദിയിൽ നിന്ന് ദൈവം നിന്നെ വലിച്ചെടുത്തു. പക്ഷെ നൈൽ നദിയേക്കാൾ വലിയ വലിപ്പമുള്ള ചെങ്കടൽ നിന്റെ മുമ്പിൽ വരാൻ പോവുകയാണ്. നൈൽ നദിയിൽ നിന്ന് നിന്നെ വലിച്ചെടുത്തവൻ, നൈൽ നദിയെ ജയിക്കാൻ കൃപ തന്നവൻ, നൈൽ നദിയിൽ നീ മരിക്കാൻ അനുവദിക്കാത്തവൻ, ചെങ്കടലിന്റെ മുമ്പിലും നിന്നെ നിർത്തും. അവിടെ നിനക്ക് ജയമുണ്ട്. നൈൽ നദിയുടെ അനുഭവം നിനക്ക് വന്നത് ചെങ്കടലിൽ ജയിക്കാനാണ്. നൈൽ നദിയിൽ നീ പരാജയപ്പെടാതിരുന്നത് നിനക്ക് ചെങ്കടലിൽ ജയിക്കാനുള്ളത് കൊണ്ടാണ്. നീ കുതിരകളോടുകൂടി ഓടി ക്ഷീണിച്ചു പോകരുത്. നിനക്ക് യോർദാനിൽ ജയിക്കാനുണ്ട്. യോർദാൻ നദി കടക്കാനുണ്ട്. യോർദാന്റെ വൻകാറ്റിൽ നിനക്ക് ജയിക്കാനുണ്ട്. നീ ഭയപ്പെടരുത്. ആകുലതകൾ വേണ്ട, ഭയം വേണ്ട. നിന്നെ വലിക്കുന്ന ചിന്തകൾ വേണ്ട. ദൈവം നിനക്ക് വേണ്ടി ശക്തമായി ഈ നാളുകളിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഈ ദൈവത്തിന്റെ ശക്തിയോടുകൂടെ നിൽക്ക്. നീ ആത്മാവിൽ ബലപ്പെട്ട് നിൽക്ക്. നീ ദൈവകൃപയോടെ നിൽക്ക്. ശത്രുവിന് നിന്നെ തൊടാൻ പറ്റുകയില്ല. ഗോലിയാത്തിന്റെ ആത്മാവിന് നിന്നെ തൊടാൻ പറ്റുകയില്ല. പുതിയ വെല്ലുവിളികൾക്ക് നിന്നെ തൊടാൻ പറ്റുകയില്ല. ശത്രുവിന്റെ ആയുധവും നിനക്കെതിരെ ഫലിക്കുകയില്ല. ദൈവം നിനക്ക് കൂടെയുണ്ട്. അവന്റെ ഗോലിയാത്തിന്റെ കുന്തത്തേക്കാൾ, നെയ്ത്തുകാരന്റെ പടപ്പ് തടിയേക്കാൾ, ഗോലിയാത്തിന്റെ സഹോദരന്റെ കുന്തത്തിന് വലിപ്പമുണ്ടെങ്കിൽ, കനമുണ്ടെങ്കിൽ, അതിനേക്കാൾ വലിപ്പമുള്ള ദൈവം നിനക്ക് വേണ്ടിയുണ്ട്. ഗോലിയാത്തിന്റെ വാളിനേക്കാൾ വലിപ്പമുള്ള വാളുള്ളവൻ നിനക്കുണ്ട്.
ഗോലിയാത്തിന്റെ വാളിനേക്കാൾ, ഗോലിയാത്തിന്റെ കുന്തത്തിനേക്കാൾ, ഗോലിയാത്തിന്റെ സഹോദരന്റെ വാളിനേക്കാൾ, ഗോലിയാത്തിന്റെ സഹോദരന്റെ കുന്തത്തിനേക്കാൾ, ഗോലിയാത്തിന്റെ സഹോദരന്റെ വെല്ലുവിളിയേക്കാൾ, അവന്റെ ശരീരത്തെക്കാൾ വലിയവൻ നിനക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽക്കാലിന് പറഞ്ഞാട്ടെ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഉണ്ട്. എന്റെ ദൈവം വലിയവനാണ്. എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഗോലിയാത്തിന്റെ സഹോദരന്റെ കുന്തത്തിന്റെ വലിപ്പവും അതിന്റെ ആത്മീയാർത്ഥവും അവരുമായിട്ടുള്ള എൽഖാനാന്റെ യുദ്ധവും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും പണ്ടൊരു അച്ഛനോട് ഒരാൾ പറഞ്ഞതുപോലെ, ഒരു മാസം ജീവിതകാലം, ഒരു മാസത്തേക്കുള്ള മുഴുവൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുത്താൽ ദഹനക്കേട് പിടിക്കില്ല എന്ന് ചോദിച്ചതുപോലെ ഇപ്പൊ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഈ വചന ശുശ്രൂഷ ഓർത്ത് ആമേൻ മനോജോട് പ്രാർത്ഥിക്കും.